തൃശ്ശൂർ. അവിടെ വേണമെങ്കിൽ പോയിട്ട് ഇവിടെ അല്ലേ? ആരാ? ഞങ്ങൾ ബാങ്കിൽ നിന്നാണ്. ഈ രാധിക ഗോകുമാർ ആരാണ്? എൻ്റെ മോളാ സാറേ. മകളെ ഒന്ന് വിളിക്കാമോ? ഓ, വിളിക്കാം. മോളെ, നിങ്ങൾ കഴിഞ്ഞ വർഷം എടുത്ത ലോൺ കുറെ പെൻഡിങ് ഉണ്ടല്ലോ, എന്താ അടക്കാത്തെ? ലോൺ അടയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞോ, ബാങ്കിൻ്റെ ചില രീതികളുണ്ട്, ഞങ്ങൾ ആ വഴിക്കങ്ങ് നോക്കാം. അയ്യോ കുഞ്ഞെ, അടക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ കയ്യിൽ കാശ് വെച്ചിട്ടോ അടക്കാതിരിക്കുന്നതല്ല. എൻ്റെ മോളുടെ കുഞ്ഞിന് സുഖമില്ലാതായിപ്പോയി, അതുകൊണ്ടാ. ചേട്ടാ, ഞങ്ങൾ ഈ ഡയലോഗ് സ്ഥിരം കേൾക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ ജോലിയില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് സുഖമില്ല. ഞങ്ങൾ നിങ്ങളുടെ സുഖവിശേഷം അറിയാമെന്നല്ല, കാശ് എപ്പോൾ അടയ്ക്കും അത് പറ. ഞങ്ങൾ അടച്ചോളാം, ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരണം. ചേട്ടാ, ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. കാശ് അടപ്പിക്കാൻ ഏത് രീതിയും ഉപയോഗിക്കാമെന്നുണ്ട്. ഞങ്ങൾക്ക് മര്യാദ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ അകത്തേക്ക് വന്ന് ഞങ്ങളുടെ അവസ്ഥ ഒന്ന് കാണും, അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. എന്തിനാ? ഇതെന്തൊരു മേൽക്കൂരയില്ല ഇതിന്. മഴ പെയ്തവരെന്ത് ചെയ്യും? പാപ്പ ആ കിളവനെയും പെണ്ണിനെയും കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ആ കൊച്ചിനെ കണ്ടപ്പോൾ ഇല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഛേ, ഇതുപോലെ എത്ര പേരുടെ കണ്ണീരും കരച്ചിലും കണ്ടാലാ നമുക്ക് മാത്രം ശമ്പളം കിട്ടുന്നത്? എടാ, ഒന്നില്ലെങ്കിൽ ബാങ്കുകാർ അടക്കാൻ നിവൃത്തിയുള്ളവർക്ക് ലോൺ കൊടുക്കണം, ഇല്ലെങ്കിൽ എടുക്കുന്നവർ അടക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കണം. ഇത് രണ്ടും ഇങ്ങനെയായ കാലത്തോളം ഇല്ലേ, നമ്മൾക്ക് ഈ ആൾക്കാരെ കണ്ണീര് കരച്ചിലും കണ്ട് ശമ്പളം മേടിക്കാനേ പറ്റുള്ളൂ. അടുത്ത സ്ഥലത്തോട്ട് പോവാം.